ഹായ് വിനീസ്, വെൽക്കം ടു മൈ ചാനൽ. അതെ, ഇതെന്തെന്നറിയോ, ഇത് ഞണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ ഞണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്ന് ഞണ്ട് തേങ്ങ അരച്ചുള്ള കറിയാണ് ഇടാ ആയിട്ട് അമ്മ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് തേങ്ങ അരച്ച് വയ്ക്കാൻ എനിക്കറിയില്ല, അമ്മ വയ്ക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം തേങ്ങ അരച്ച് വയ്ക്കുന്നത് എങ്ങനെ. എല്ലാവരും തേങ്ങ അരച്ച് ഞണ്ട് വയ്ക്കുമെന്ന് എനിക്കറിയില്ല. ചിലർ അത് റോസ്റ്റ് ചെയ്യും, ചിലർ തോരൻ വയ്ക്കും, അതൊക്കെ എനിക്കറിയാം. നമ്മൾ ഇവിടെ എന്തായാലും തേങ്ങ അരച്ച് വയ്ക്കും. നല്ല ടേസ്റ്റുമാണ്. നല്ല പച്ച ഞണ്ടൊക്കെയാണെങ്കിൽ തേങ്ങ അരച്ചതിൻ്റെ കാര്യം മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. അമ്മ ഇതിൻ്റെ കൊണ്ടുവന്നത് നന്നായിട്ട് കുറേ വെള്ളത്തിൽ കഴിവിന് ശേഷം മാത്രമേ ഇത് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ കഴുകിക്കൂടാന്ന് പറയും. പിന്നെ അമ്മ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അടുക്കുണ്ടാക്കിയിട്ട് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് കഴിയുന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് കട്ട് ചെയ്തിടുക. എന്നിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചങ്ങ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതുപോലെ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ കിടക്കണം. അതിൽ കുറച്ച് സവാളയും കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത്. സവാളയും കരിവേപ്പിലയും പച്ചമുളകും കൂടെയൊക്കെ അരിഞ്ഞിട്ടിട്ട് അരപ്പ് തയ്യാറാക്കാൻ. അതിൽ കുറച്ച് ആവശ്യത്തിന് കുറച്ച് തേങ്ങ മതി. തേങ്ങയും 5-6 കൊച്ചുള്ളിയും പിന്നെ ഉലുവയും മഞ്ഞപ്പൊടിയും കൂട്ടി മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചിട്ട് ഈ അരപ്പ് ഇതിലോട്ട് ഒഴിച്ച് ഒന്ന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചെങ്കിൽ അതിൽ ചേർക്കുക കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു കുറച്ച് പുളി ചേർക്കണം. ഇത് പുളി അധികം പിടിക്കത്തില്ല, എന്നാലും കുറച്ച് പുളി ചേർക്കണം. പിന്നെ അവസാനം ഇറക്കാൻ നേരത്ത് വെളിച്ചെണ്ണയും കൂടി ചാലിച്ച് ഇറക്കണം കേട്ടോ. നല്ല മണമായിരുന്നു. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. ഇങ്ങനെ തേങ്ങ അരച്ച് ഇങ്ങനെ എല്ലായിടത്തും കറി വയ്ക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഇവിടെയൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല.